എല്ലാവർക്കും നമസ്കാരം. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായമായ തുല്യ ത്രികോണങ്ങളെ കുറിച്ചാണ്. സ്റ്റാൻഡേർഡ് 8 യൂണിറ്റ് 1 ഈക്വൽ ട്രയാങ്കിൾസ്. മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ ത്രികോണങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തുല്യ ത്രികോണങ്ങളെ കുറിച്ച് ഈ ചാപ്റ്റർ പ്രതിപാദിക്കുന്നതിന് മുമ്പ് നമുക്ക് മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ആ കാര്യങ്ങളൊന്ന് ഓർമ്മിക്കാം. മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ ത്രികോണങ്ങളെക്കുറിച്ചും ത്രികോണത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും എങ്ങനെയെല്ലാം ത്രികോണം വരയ്ക്കാം എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യു ഹാവ് ലേൺഡ് ഇൻ യുവർ പ്രീവിയസ് ക്ലാസ്സസ് അബൌട്ട് ട്രയാങ്കിൾ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ട്രയാങ്കിൾ ആൻഡ് ഹൗ ടു ഡ്രോ ദ ട്രയാങ്കിൾ. സോ വിൽ ഡിസ്കസ് അബൌട്ട് ട്രയാങ്കിൾ. Triangle is a closed figure with 3 sides. It has 3 sides and 3 angles. ത്രികോണം എന്നത് 3 വശങ്ങളുള്ള ഒരു അടഞ്ഞ രൂപമാണ്. അതിന് 3 വശങ്ങളും 3 കോണുകളുമുണ്ട്. We can classify triangles based on their interior angles and length of sides. ത്രികോണങ്ങളെ നമുക്ക് അവയുടെ കോണുകളുടെ അളവനുസരിച്ചും അതുപോലെ വശങ്ങളുടെ നീളമനുസരിച്ച് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ ഈസ് acute angled triangle and second one is obtuse angled triangle and the third one is right angled triangle. അതായത് ന്യൂന ത്രികോണം, അതുപോലെ ബൃഹത് ത്രികോണം, മട്ടത്രികോണം. കോണുകളുടെ അളവ് 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ നമ്മളതിനെ ന്യൂന ത്രികോണം എന്ന് പറയും. ഒരു കോണിന്റെ അളവ് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ബൃഹത് ത്രികോണം എന്ന് പറയും. അതുപോലെ ഒരു കോണിന്റെ അളവ് എക്സാക്ട്ലി 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ മട്ടത്രികോണം എന്ന് പറയും. ട്രയാങ്കിൾ ഇൻ വിച്ച് all 3 angles are less than 90 degree is called acute angle triangle. If one angle is greater than 90 degree, then we call it as an obtuse angle triangle. If one angle is exactly 90 degree, we call it as a right angled triangle. According to length of the sides, we can classify the triangle into 3. First one is equilateral triangle. And the second one is isosceles triangle. The third one is scalene triangle. വശങ്ങളുടെ നീളം അനുസരിച്ച് ത്രികോണങ്ങളെ 3 ആയിട്ട് തരംതിരിക്കാം. അതായത് സമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം, and വിഷമഭുജ ത്രികോണം. സമഭുജ ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമായിരിക്കും. സമപാർശ്വ ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമായിരിക്കും. വിഷമഭുജ ത്രികോണത്തിന്റെ 3 വശങ്ങളും വ്യത്യസ്ത അളവുകളായിരിക്കും. കോണുകളുടെ അളവനുസരിച്ചും വശങ്ങളുടെ അളവനുസരിച്ചും ത്രികോണങ്ങൾ തരംതിരിക്കാൻ നമ്മൾ പഠിച്ചു. കോണുകളുടെ അളവനുസരിച്ചാണെങ്കിൽ ന്യൂന ത്രികോണം, ബൃഹത് ത്രികോണം, മട്ടത്രികോണം. അതുപോലെ വശങ്ങളുടെ അളവനുസരിച്ചാണെങ്കിൽ സമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം, വിഷമഭുജ ത്രികോണം. We have studied the classification of triangles based on their interior angles and their sides. According to measure of the interior angles, we can classify the triangle into 3. Acute angle triangle, obtuse angle triangle, and right angle triangle. We can also classify the triangles according to their length of the sides into 3. Equilateral triangle, isosceles triangle, and scalene triangle. Classify the triangle shown below. താഴെ തന്നിരിക്കുന്ന ത്രികോണത്തിനെ തരംതിരിക്കുക. നമുക്ക് ഈ ത്രികോണം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ഒരു വശം 8 സെന്റിമീറ്റർ
10 സെന്റിമീറ്റർ, 11 സെന്റിമീറ്റർ. 3 വശങ്ങൾ തന്നിട്ടുള്ളത് 8 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 11 സെന്റിമീറ്റർ. ഇത് ഏത് ത്രികോണമായിരിക്കും? Given that the sides are 8 centimeter, 10 centimeter, and 11 centimeter. ഇത് ഏതുതരം ത്രികോണമായിരിക്കും? നമുക്കറിയാം 3 വശങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ ഏത് ത്രികോണമായിരിക്കും ഇത്? ഏത് ത്രികോണമായിരിക്കും? വിഷമഭുജ ത്രികോണമായിരിക്കും. ഇത് വിഷമഭുജ ത്രികോണമായിരിക്കും. സ്കെയിലിംഗ് ട്രയാങ്കിൾ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ 2 വശങ്ങൾ തുല്യമാണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ ആംഗിൾ 65 ആണ്, ഇവിടെ 65 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 50 ആയിരിക്കും അല്ലെ? 65 പ്ലസ് 60 130, 130 പ്ലസ് 50 180. പഠിച്ചിട്ടുള്ളതാണ്. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അപ്പൊ ഇവിടെ 65 ആണ്, ഇവിടെ 65 ആണ്. 2 ആംഗിൾ തുല്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോ ഈ ട്രയാങ്കിൾ ഏത് കാറ്റഗറിയിൽ പെടും? ഇത് ഏതാണ്? ഐസോസെലസ് ട്രയാങ്കിൾ. സമപാർശ്വ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ. ത്രികോണങ്ങൾ എങ്ങനെയെല്ലാം വരയ്ക്കാമെന്നുള്ളത് നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. യു ഹാവ് ലേൺഡ് ഹൗ ടു ഡ്രോ ട്രയാങ്കിൾസ് ഇൻ യുവർ 7th സ്റ്റാൻഡേർഡ്. അപ്പോൾ വ്യത്യസ്ത തരത്തിൽ നമ്മൾ ത്രികോണങ്ങൾ വരയ്ക്കാനായിട്ട് പഠിക്കുകയാണ്. 3 തരത്തിൽ നമ്മൾ ത്രികോണങ്ങൾ വരയ്ക്കുന്ന കാര്യമാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾ വെൻ 3 സൈഡ്സ് ആർ ഗിവൺ. 3 വശങ്ങളും തന്നാൽ ത്രികോണം വരയ്ക്കുന്ന വിധം. ഫസ്റ്റ് ഡ്രോ എ 6 centimeter ലൈൻ. Then take 4 centimeter your compass and draw a part of circle centered at one end of radius 4 centimeter. Then again take 5 centimeter length in your compass and draw a part of circle centered at other end of radius 5 centimeter. We get a intersecting point of 2 part of circles. Join to 2 ends of the 6 centimeter line. Join this point to the 2 ends of the 6 centimeter line. This is the required triangle when 3 sides are given. ആദ്യം 6 സെന്റിമീറ്റർ നീളത്തിൽ വര വരയ്ക്കാം. വരയുടെ ഒരു അറ്റത്ത് നിന്ന് 4 സെന്റിമീറ്റർ കോമ്പസിൽ അളന്നെടുത്ത് ഒരു പാർട്ട് ഓഫ് സർക്കിൾ വരയ്ക്കാം. 5 സെന്റിമീറ്റർ കോമ്പസിൽ അളന്നെടുത്ത് മറ്റേ എൻഡിൽ നിന്ന് വീണ്ടും ഒരു പാർട്ട് ഓഫ് സർക്കിൾ വരയ്ക്കാം. ഈ 2 പാർട്ട് ഓഫ് സർക്കിളും വൃത്തഭാഗങ്ങളും ഗണ്ണിക്കുന്ന ബിന്ദു അടയാളപ്പെടുത്തുക. ആ ബിന്ദുവും ആദ്യം വരച്ച വരയുടെ 2 അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക. Construction of triangle when one side and angle its ends are given. ഒരു വശവും അതിൻ്റെ 2 അറ്റത്തുള്ള കോണുകളും തന്നാൽ ത്രികോണം വരയ്ക്കുന്ന വിധം. First draw a 6 centimeter line. Say x, y. Then we have to draw another line which is inclined to 30 degree with the first line xy. So take the protractor and measure the 30 degree. And draw a line, say xp, from x which is 30 degree inclined to this line. xp is 30 degree inclined to the line xy. Take a protractor and measure 100 degree then draw a line
say YZ, YQ, draw a line YQ which is 100 degree inclined to the line XY. We get an intersecting point of these two lines, say Z. So XYZ is the required triangle. This angle will be 50 degree. ആദ്യം XY 6 സെൻറ്റിമീറ്റർ എടുക്കുക. ഈ വരയ്ക്ക് നമ്മൾ XY എന്ന് പേര് കൊടുക്കുന്നു. എക്സിൽ പ്രൊട്രാക്ടർ വെച്ച് ഒരു 30 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആ 30 ഡിഗ്രി വരുന്ന ആ ലൈൻ നീട്ടി വരയ്ക്കുന്നു. അതിന് പേര് കൊടുക്കുന്നു XP എന്ന് പേര് കൊടുക്കുന്നു. Y എന്ന ബിന്ദുവിൽ പ്രൊട്രാക്ടർ വെച്ച് 100 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. വൈയിൽ നിന്ന് ഈ ലൈൻ യോജിപ്പിക്കുന്നു. YQ എന്ന് പേര് കൊടുക്കുന്ന ഈ വര ആദ്യത്തെ വര XYയുമായിട്ട് 100 ഡിഗ്രി ചെരിവിലാണ് നിലകൊള്ളുന്നത്. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ XYZ. അതായത് ഒരു വശത്തിൻ്റെ നീളവും 2 കോണും തന്നാൽ ത്രികോണം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. Construction of triangle when two sides and angle made by them are given. രണ്ട് വശവും അവ ഉണ്ടാക്കുന്ന കോണും തന്നിരുന്നാൽ ത്രികോണം വരയ്ക്കുന്ന വിധം. First draw a line of length 7 centimeter. Say BC 7 centimeter. We have to draw another line from B which is 75 degree inclined to the first line BC. So first we'll take the protractor and mark 75 degree and draw a line from B. Draw a line from B. Draw a line from B. Mark 5 centimeter on this line. Mark 5 centimeter on this line. Mark 5 centimeter. Say A. This is AB is 5 centimeter and BC is 7 centimeter. Angle B is 75 degree. Join AC. Join AC. Join AC. ആദ്യം നമ്മൾ സ്കെയിലിൽ 7 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുന്നു. അതിന് പേര് കൊടുക്കുന്നു BC എന്ന് പേര് കൊടുക്കുന്നു. ബിയിൽ നിന്ന് BCയുമായിട്ട് 75 ഡിഗ്രി ചരിവിൽ മറ്റൊരു വര വരയ്ക്കുന്നു. അതിനുവേണ്ടി പ്രൊട്രാക്ടർ എടുക്കുന്നു, മട്ടം ഉപയോഗിക്കുന്നു. മട്ടത്തിൽ 75 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. അതിലൂടെ ഒരു വര നീട്ടി വരയ്ക്കുന്നു. ഈ വര BCയുമായിട്ട് 75 ഡിഗ്രി ചരിവിലുള്ളതാണ്. ആ വരയിൽ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. എയും സിയും തമ്മിൽ യോജിപ്പിക്കുന്നു. അപ്പോൾ ABC എന്നുള്ള ത്രികോണം ഇവിടെ നമുക്ക് 2 വശങ്ങളും ഒരു ഉൾക്കോണുമാണ് തന്നിരുന്നത്. 2 വശവും ഉൾക്കോണം തന്നാൽ ഇങ്ങനെയാണ് ത്രികോണം വരയ്ക്കുന്നത്. Draw a triangle of sides 4 cm, 5 cm and 7 cm in different ways. വശങ്ങളുടെ നീളം 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ആയ ത്രികോണം വ്യത്യസ്ത തരത്തിൽ വരയ്ക്കുക.
നമുക്ക് വ്യത്യസ്ത രീതിയിൽ വരയ്ക്കാൻ സാധിക്കും അല്ലെ. പാദം മാറ്റി മാറ്റി തന്നിരിക്കുന്ന അളവുകൾ പാദം മാറ്റി മാറ്റി നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എത്ര തരത്തിൽ വരയ്ക്കാൻ സാധിക്കും? നിങ്ങൾ വരയ്ക്കുക, എത്ര തരത്തിൽ വരയ്ക്കാൻ സാധിക്കും നോക്കാം. ആദ്യം ഒരു 4 സെന്റിമീറ്റർ നീളമുള്ളൊരു വര വരയ്ക്കുക. കോമ്പസിൽ ആദ്യം ഒരു 5 സെന്റിമീറ്റർ അളന്നെടുക്കുക. 5 സെന്റിമീറ്റർ അളന്നെടുത്തിട്ട് ആദ്യം വരച്ച വരയുടെ ഒരു ബിന്ദുവിൽ നിന്ന് ഒരു വൃത്തഭാഗം വരയ്ക്കുക. ഒരു ബിന്ദു കേന്ദ്രമായിട്ട് ഒരു വൃത്തഭാഗം വരച്ചു. ഇനി കോമ്പസിൽ 7 സെന്റിമീറ്റർ അളന്നെടുക്കുക. 7 സെന്റിമീറ്റർ. അളന്നെടുത്തിട്ട് മറ്റേ അറ്റത്ത് വെച്ച് വീണ്ടും ഒരു വൃത്തഭാഗം വരയ്ക്കുന്നു. ഈ 2 വൃത്തഭാഗങ്ങളും ഗണ്ണിക്കുന്ന ബിന്ദു മാർക്ക് ചെയ്യുന്നു. ഈ ആദ്യത്തെ വരയുടെ 2 അഗ്രങ്ങളുമായിട്ട് യോജിപ്പിക്കുന്നു. ഇങ്ങനെ നമുക്കൊരു ത്രികോണം വരയ്ക്കാം. ഇതിന്റെ ഈ താഴത്തെ വശം 4 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്ററും ഇത് 7 സെന്റിമീറ്ററുമാണ്. ഇത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? വശങ്ങൾ 5 സെന്റിമീറ്റർ വശവും 7 സെന്റിമീറ്റർ വശവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരയ്ക്കാം. ആദ്യം 4 സെന്റിമീറ്ററിന്റെ ഒരു വര വരച്ചു. കോമ്പസിൽ നേരത്തെ പോലെ 7 സെന്റിമീറ്റർ അളന്നെടുത്തു. നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് 5 വരച്ചത്, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 7 സെന്റിമീറ്ററിന്റെ വര വരയ്ക്കുന്നു. കോമ്പസിൽ വീണ്ടും 5 സെന്റിമീറ്റർ അളന്നെടുക്കുന്നു. 5 സെന്റിമീറ്റർ വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു വൃത്തഭാഗം വരയ്ക്കുന്നു. ഈ 2 ഭാഗങ്ങളും ഗണ്ണിക്കുന്ന ബിന്ദുവിനെ മാർക്ക് ചെയ്യുന്നു. അത് ആദ്യം വരച്ച വരയുടെ 2 അഗ്രങ്ങളുമായിട്ട് യോജിപ്പിക്കുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ത്രികോണം ഇവിടെ 4 സെന്റിമീറ്ററും ഇവിടെ 7 സെന്റിമീറ്ററും ഇവിടെ 5 സെന്റിമീറ്ററുമാണ്. ഇതേ രീതിയിൽ നമുക്ക് ഈ പാദം മാറ്റി ത്രികോണങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. 4 എന്നുള്ള പാദത്തിന് പകരം 5 സെന്റിമീറ്റർ എടുക്കുക. മറ്റു 2 വശങ്ങളിലായി 4 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും അടയാളപ്പെടുത്തുക. അതുപോലെ പാദം മാറ്റി വീണ്ടും 7 സെന്റിമീറ്റർ ആയിട്ട് എടുത്ത് നമുക്ക് ത്രികോണങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. 6 ത്രികോണങ്ങൾ നമുക്ക് വ്യത്യസ്ത തരത്തിൽ വരയ്ക്കാൻ സാധിക്കും. ഈ ത്രികോണങ്ങളെല്ലാം പരിശോധിച്ചാൽ അവയുടെ വശങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ ത്രികോണത്തെ തന്നെ തിരിച്ചും മറിച്ചും വെച്ച് തന്നെയാണ് നമുക്ക് മറ്റ് ത്രികോണങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ആദ്യം വരച്ച ത്രികോണം കടലാസിൽ വെട്ടിയെടുത്ത് തിരിച്ചും മറിച്ചും വെച്ച് കഴിഞ്ഞാൽ മറ്റു ത്രികോണങ്ങളുമായിട്ട് ചേർന്നിരിക്കും. മറ്റെല്ലാ ത്രികോണങ്ങളുമായി കൃത്യമായിട്ട് ചേർത്ത് വയ്ക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എല്ലാ കോണുകളും ചേർന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് തുല്യമായ വശങ്ങൾ ചേർത്ത് വെച്ചാൽ കോണുകളും ചേർന്നിരിക്കും. We can draw triangles in 6 different ways. In all these 6 triangles, sides are equal. All these are got by turning and flipping the first one. If you cut out the first triangle thick paper and you can make it coincide with all other triangles by turning and flipping it. When equal sides coincides, angles also coincide. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും മറ്റു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ കോണുകളും അവയുടെ കോണുകളും തുല്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ കോണുകളും തുല്യമാണ്. Sides of the triangle are equal to the sides of another triangle, then their angles are also equal. Look at these triangles given below and find out
the matching angles and write down. താഴെ തന്നിട്ടുള്ള ത്രികോണങ്ങൾ നോക്കുക. രണ്ട് ത്രികോണങ്ങളിലെയും തുല്യമായ കോണുകൾ കണ്ടുപിടിച്ച് എഴുതുക. രണ്ട് ത്രികോണം കണ്ട് എ ബി സി എന്ന് പറയുന്ന ത്രികോണവും പി ക്യു ആർ എന്ന് പറയുന്ന ത്രികോണവും. രണ്ട് ത്രികോണത്തിന്റെ വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് 3 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. ഇവിടെയും എന്താണ് 3 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. ആണെങ്കിൽ ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആർ, ഈ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങൾ തുല്യമാണ്. രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു പഠിച്ചൊരു കാര്യമുണ്ട്, എന്താണ്? വശങ്ങൾ തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമായിരിക്കും. Since sides of these two triangles are equal, their angles also must be equal. That is each angle of triangle ABC is equal to sum of the angles of triangle PQR. The largest side of the triangle ABC is BC 6 cm. So the largest angle will be angle A. So angle A is equal to the largest angle of triangle PQR. Largest angle of triangle PQR is the opposite of largest side PQ, that is angle R. So angle R and angle A, and angle A and angle R are equal. The smallest angle of triangle ABC is angle C, which is opposite to the smallest side. And here in PQR, the smallest angle is opposite to PR, that is Q. Therefore, angle C is equal to angle Q. The middle-sized angle of triangle ABC is angle B, which is opposite to the middle-sized side of triangle ABC. So angle B is equal to angle P, which is opposite to the middle-sized side of triangle PQR. That is angle B is equal to angle P. നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യത്തെ ത്രികോണം എ ബി സിയുടെ ഏറ്റവും നീളം കൂടിയ വശം എന്നുള്ളത് ബി സി ആണ്. ബി സിക്ക് എതിരെ കിടക്കുന്ന കോണാണ് ആംഗിൾ എ. അതുപോലെ പി ക്യു ആറിലെ ഏറ്റവും നീളം കൂടിയ വശം പി ക്യു ആണ്. അതിനെതിരെ കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ആർ. സോ ആംഗിൾ എയും ആംഗിൾ ആറും ഈക്വൽ ആണ്. ഇനി ആദ്യത്തെ ട്രയാംഗിളിന്റെ ഏറ്റവും നീളം കുറഞ്ഞ വശം എന്നുള്ളത് എ ബി ആണ്. അതിന് എതിരെ കിടക്കുന്ന കോണാണ് കോൺ സി. അപ്പോൾ കോൺ സി എന്നുള്ളത് ത്രികോണം പി ക്യു ആറിലെ ഏറ്റവും നീളം കുറഞ്ഞ വശത്തിനെതിരെ കിടക്കുന്ന കോണിന് തുല്യമായിരിക്കും. അപ്പൊ കോൺ സി ഈക്വൽ ടു കോൺ ക്യു. അതേപോലെ ഇതിൽ ഇടത്തരം വശം എന്ന് പറയുന്നത് ഇവിടെ എ സി 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ത്രികോണം എ ബി സിയിലെ ഇടത്തരം വശത്തിനെതിരെ കിടക്കുന്ന കോൺ അത് കോൺ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഈ കോൺ ത്രികോണം പി ക്യു ആറിലെ ഇടത്തരം വശത്തിനെതിരെ കിടക്കുന്ന കോൺ എന്ന് പറയുന്നത് പി ആണ്. അപ്പൊ കോൺ ബി ഈക്വൽ ടു കോൺ പി. അപ്പോൾ മാച്ചിങ് ആംഗിൾസ് എന്ന് പറയുന്നത് ആംഗിൾ എ is equal to ആംഗിൾ ആർ, ആംഗിൾ സി equal to ആംഗിൾ ക്യൂ, ആംഗിൾ ബി is equal to ആംഗിൾ പി. If the sides of a triangle are equal to the sides of another triangle, then the angles opposite to equal sides of these triangles are equal. So the triangles are